ആ നൈസ്. ഒന്ന് ചിരിച്ച ആ നൈസ്. ഇത് പക്ഷെ അങ്ങോട്ട് ഇത് ഒത്തില്ല കേട്ടോ. അത് കൊള്ളാം. നല്ല 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 കണ്ട ഇങ്ങോട്ട് ഇത് കണ്ടോ. ഈ സാധനം വരണം. നേരത്തെ അത് വന്നില്ല. അപ്പൊ അങ്ങനെ വരണം. നമുക്ക് ശരി ഈ ആംഗിള് അങ്ങോട്ട് നിൽക്കാം കുറച്ച്. അവിടെ ഞാൻ ഇവിടെ നിന്നാ മതി. അവിടെ വന്നാൽ ആ സാരി ഇങ്ങനെ പിടിച്ചേ നിങ്ങളെന്തിനാ എത്രയും ഭയങ്കര സ്റ്റിഫായിട്ട് കുറച്ച് ഒന്ന് ഇതാവും. കുറച്ചൊന്ന് പറഞ്ഞു തന്നാ മതി ചേട്ടാ. ഞാൻ നിന്നോളാം അതുപോലെ. ലൂസാ ഇതാ നമ്മൾ ആ രീതിയിൽ എടുക്കണം. അപ്പൊ എന്നാലേ കിട്ടത്തുള്ളൂ. ഈ മുടി ഇങ്ങനെ അല്ല പറഞ്ഞാ മതി. ഈ മുടിയല്ല ഇത്ര സമയം ഇങ്ങനെ ഇട്ടിരുന്നത്. അല്ല ഈ മുടി അങ്ങനെ അങ്ങോട്ട് ഇടണം. അല്ല ഈ മുടി ഇങ്ങോട്ട് ഇട്ടപ്പോ പറഞ്ഞ് ഈ മുടി മാറ്റാൻ പറഞ്ഞ്. അല്ല ഞാൻ പറഞ്ഞ പോലെ ചെയ്യണം. ഞാൻ പറഞ്ഞ പോലെ അല്ലേ ചെയ്തോണ്ടിരിക്കുന്നത്. ഇങ്ങോട്ട് ഇടണം. ഇങ്ങോട്ട് ഇങ്ങനെ ഇടണം. അല്ലെ തൊടണ്ട. ഇങ്ങോട്ട് തന്നെ തൊടണ്ടെന്ന് പറഞ്ഞില്ലേ? ഇയാളല്ലേ എന്നെ കോണ്ടാക്ട് ചെയ്തത്? അതെ. ഇയാളല്ലേ ഫോട്ടോ എടുക്കണമെന്ന് പറഞ്ഞു. അപ്പൊ ഇയാൾക്ക് ഞാൻ പറയും പോലെ കേട്ടല്ലേ എനിക്ക് എന്റെ ആ ഭാവനക്കത്തുള്ള ചിത്രം എനിക്ക് പിടിക്കാൻ പറ്റും. അല്ല അത് ചേട്ടന്റെ ഭാവനയുള്ളത് എനിക്ക് പറഞ്ഞു തന്നാ മതി. ദേഹത്തൊന്നും തൊടണ്ടെന്ന് ഞാൻ പറഞ്ഞത്. ഇങ്ങോട്ട് നിൽക്കാൻ ഇവിടെയാണ് നിൽക്കേണ്ടത്. ഒന്ന് ലൂസാക്ക്. എന്ത് ഞാൻ ബോഡി ലൂസാക്കിക്കോളാം ചേട്ടൻ. തൊടുകയൊന്നും വേണ്ട. ഇപ്പൊ രണ്ട് മൂന്ന് ഫോട്ടോ എടുത്തില്ലേ? എന്തിനാ കയ്യെ പിടിക്കണ എന്തിനാന്ന് ഞാൻ പറഞ്ഞാ മതി. അല്ലെങ്കിൽ എനിക്ക് മതി ഇത്ര ഫോട്ടോ. നീ ആരാടി? എന്ത് എന്നെ കോൾ ചെയ്തത്? ഫോട്ടോ എടുക്കാൻ വേണ്ടി വിളിച്ചതായിരുന്നു. എനിക്കൊന്നും അറിയത്തില്ല. ഞാനാ വിളിച്ചത് ക്ലീറ്റോ ചേട്ടാ. ഇവിടെ വന്നു കഴിഞ്ഞിട്ട് ഇവൻ എന്റെ അവിടെ ഇവിടെയൊക്കെ കയറി പിടിക്കാൻ. ഒന്നും പറ്റിയില്ല. എന്തിനാണ് ഇവിടെ ഒന്ന് ഫോട്ടോ എടുക്കാൻ വന്നേ? അത് പിന്നെ ചേച്ചിയുടെ ഫോട്ടോ എടുത്തില്ല ഒരു ചെറുക്കൻ. എന്നിട്ട് ഇൻസ്റ്റയിൽ ഇട്ടില്ലേ. അപ്പൊ കൊറേ ലൈക്ക് ഒക്കെ കിട്ടില്ല. അതിനൊക്കെ പ്രാന്തണ്ടാടി. ഫോട്ടോ എടുത്ത് നീ സിനിമ നടിയാവാൻ പോകുന്നു. ഫോട്ടോ ഉണ്ടാക്കാൻ ക്ലീറ്റോ ചേട്ടാ ഏട്ടനോടും ചേച്ചിയോടൊന്നും പറയില്ലേ ക്ലീറ്റോ ചേട്ടാ? നീ ബാക്കി വീട്ടിൽ വന്നിട്ട് പറയില്ലേ ക്ലീറ്റോ ചേട്ടാ? ഓരോ തോന്നിയാസങ്ങൾ കാണിച്ചിട്ട്. കിട്ടിയോ? ഫോട്ടോഗ്രാഫറിന് കിട്ടിയോ? ഫോട്ടോ എടുത്തോ? നാണുണ്ടോ നിനക്ക്? എന്റെ ഫോട്ടോ വന്നപ്പോ രാവിലെ എഴുന്നേറ്റ് ഞാൻ നോക്കിയപ്പോ പതുങ്ങി പോകുന്നു. അയ്യടാ ആർക്കും ഒന്നും മനസ്സിലാവില്ല എന്ന് വിചാരിച്ചല്ലേ? നിനക്ക് ഭ്രാന്തുണ്ടാടി. എന്ത്? അവൾ എവിടെ ഫോട്ടോ എടുക്കാൻ പോയെന്ന്? അവളെ ഡാൻസ് ക്ലാസ്സിൽ പോയാ. അവളെ ഒരു കുട്ടീനെ പഠിപ്പിക്കാണ്ടായിരുന്നു. ഡാൻസ് ക്ലാസ് ഇല്ല എന്ന് പറഞ്ഞായിരുന്നല്ലോ. ആ ഡാൻസ് ക്ലാസ് ഇല്ല. പക്ഷെ ഒരു കുട്ടീനെ സ്പെഷ്യൽ ക്ലാസ് ഉണ്ട്. അതിനെന്തോ അരങ്ങേറ്റം ഇത് കുറിക്കാൻ വേണ്ടിട്ട് അവള് ക്ലാസ് വെച്ച് അങ്ങനെ പോയിട്ട് വന്നതാ. സ്പെഷ്യൽ ക്ലാസ് എടുക്കാൻ വേണ്ടിട്ട് പോയതാ. നീ അതിനെന്തിനാ പതുങ്ങി പോയത്? ഞാനോർത്ത് നീ എന്നെ ഫോട്ടോ കണ്ടിട്ട് അസൂയ കൊണ്ട് പോയതായിരിക്കും. ഓ പിന്നെ അവക്ക് എന്തിനാ അസൂയ? അവക്ക് അങ്ങനെ ഒന്നുമില്ല. പോയി കിടന്നോട്ടെ. ഓ പോടി ഇറങ്ങി. ഡാൻസ് പഠിപ്പിച്ചല്ലേ, കുറേ സ്റ്റെപ്പൊക്കെ എടുത്തപ്പോൾ അതിൻ്റെ ക്ഷീണം ഉണ്ടാവും. പിന്നെ നീ എന്താ പറയുന്നത്? അവൾക്ക് അസൂയെന്നേ. ഞങ്ങൾ കൊടുങ്ങാവിളക്കാർക്ക് അസൂയ എന്ന് പറയുന്ന ഒരു സംഭവമേ ഇല്ല. ഇത്ര നേരം എനിക്ക് ഒരു സംശയം ഉണ്ടായില്ല. ഇപ്പൊ ക്ലിയറായി. നല്ല അസൂയുണ്ട്.